ഇവിടെ സൺറൂഫിൻ്റെ ഒപ്പം റൂഫ് റെയിൽസ് കൂടി ആഡ് ആവുന്നുണ്ട്. അപ്പോൾ 40,000 രൂപയ്ക്ക് വർത്തായിട്ടുള്ള സാധനങ്ങൾ അതിൽ വരുന്നുണ്ട്. നമുക്ക് സൺറൂഫ് വേണോ വേണ്ടേ എന്നുള്ളത് മാത്രം നിങ്ങൾ തീരുമാനിച്ചാൽ മതി എന്നുള്ളതാണ്. 360 ക്യാമറ ഒക്കെ വരുന്ന സെയിം ബമ്പർ തന്നെയാണ് ലോവർ വേരിയന്റിൽ യൂസ് ചെയ്തിട്ടുള്ളത്. വേണം ഷേപ്പ് ഇതൊക്കെ കണ്ട് തടിച്ച് വെക്കുന്ന പോലെ നമുക്ക് ചിലപ്പോൾ ഭംഗി കുറവ് ചിലപ്പോൾ ഫീൽ ചെയ്ത് വരും. പക്ഷേ ഇരിക്കുന്ന ഒരു കംഫർട്ട് കുഷനിങ് ഒക്കെ വേറെ ലെവലായിരിക്കും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഒരു എൻട്രി ലെവൽ 8 ലക്ഷത്തിന് കിട്ടുന്ന ഒരു വാഹനത്തിൽ ഇത്രയും ക്വാളിറ്റി ഉള്ള ഒരു ക്യാമറ നിങ്ങൾ വേറെ കണ്ടിട്ടുണ്ടോ? അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പഞ്ചിനൊരു ലൈക്ക് കൊടുക്കുകയാണ്. ഒരു 8 ലക്ഷം ബഡ്ജറ്റ് കയ്യിലുള്ളവർക്കും അതല്ലെങ്കിൽ ടാറ്റ പഞ്ച് എടുക്കാൻ നിൽക്കുന്നവർക്കും ഏറ്റവും ബെസ്റ്റ് വേരിയന്റ് പ്യുർ പ്ലസ് എന്ന് പറയുന്ന മൂന്നാമത്തെ വേരിയന്റ് ആണ് ടാറ്റ പഞ്ചിന്റെ. സ്മാർട്ടിലാണ് സ്റ്റാർട്ട് ചെയ്യുക. അതിന്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 6,67,000 രൂപയാണ്. അതിൽ നിന്ന് രണ്ടാമത്തെ വേരിയന്റായിട്ടുള്ള പ്യുറിലേക്ക് വരുമ്പോൾ 1,04,000 രൂപ കൂടുതൽ വരുന്നുണ്ട്. വെറും 5-6 മാറ്റങ്ങൾ മാത്രമേ സംഭവിക്കുന്നുള്ളൂ. സോ നിങ്ങൾ ഓൾറെഡി ആ ഒരു ബേസ് വേരിയന്റ് എടുത്ത ഒരുപാട് ഫീച്ചേഴ്സ് കുറവാണ്. നിങ്ങൾ എന്തായാലും ഏറ്റവും ചുരുങ്ങിയത് ഒരു 10,000-60,000 രൂപയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇതിനൊരു നമുക്ക് കുടുംബങ്ങളിലേക്ക് ഫാമിലിക്ക് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാക്കി മാറ്റണം. കാരണം ടച്ച് സ്ക്രീൻ മുതൽ അങ്ങോട്ട് ഒന്നും ഉണ്ടായിരിക്കില്ല. ഒരു ബേസിക് എഞ്ചിൻ ഉണ്ടായിരിക്കും, അതുപോലെ സ്റ്റിയറിംഗ് ഉണ്ടായിരിക്കും. അങ്ങനെ തമാശ പറഞ്ഞാണ്. എന്തായാലും നമുക്ക് പവർ സ്റ്റിയറിംഗ് അല്ലെങ്കിൽ AC അങ്ങനെ ബേസിക് ആയിട്ടുള്ള സാധനം മാത്രമേ ഉണ്ടാവുള്ളൂ. പവർ വിൻഡോസ് പോലും പുറകിൽ ഉണ്ടായിരിക്കില്ല. റിമോട്ട് സെൻട്രൽ ലോക്കിംഗ് ഉണ്ടായിരിക്കും. ഒരുപാട് കുറവുകളുണ്ട് അതിൽ. നമ്മുടെ ഡോർ ഹാൻഡിലിനൊന്നും ബോഡി കളർ ഉണ്ടാവില്ല. അപ്പോൾ ബേസ് വേരിയന്റ് എടുത്താൽ നിങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾക്ക് കൊണ്ടു നടക്കുന്ന ഒരു 60,000 രൂപയിൽ ഇൻവെസ്റ്റ് ചെയ്യണം. എന്നാലേ നിങ്ങൾക്കത് കൊണ്ടു നടക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ രണ്ടാമത്തെ വേരിയന്റിലേക്ക് 1,04,000 കൂടുതൽ വരുന്നത്. ഞാൻ പറയുകയാണെങ്കിൽ അതിൽ നിന്നും ഒരു 60,000 രൂപ കൂടുതൽ കൊടുത്താൽ മൂന്നാമത്തെ വേരിയന്റ് ആയിട്ടുള്ള പ്യുർ പ്ലസ് കിട്ടും. ഇനി ബേസ് വേരിയന്റ് നോക്കിയാൽ തന്നെ ഒരു 1,60,000 രൂപയാണ് ഇതിന് കൂടുതൽ വരിക. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിന് കൊണ്ടു നടക്കാവുന്ന ഒരുവിധം ഫീച്ചേഴ്സ് എല്ലാം ടാറ്റ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വേരിയന്റ് ആണെന്ന് പറയാം. ഇതിന് മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ വരുന്ന നമുക്ക് 360 ക്യാമറ പോലത്തെ കാര്യങ്ങളും ഓട്ടോമാറ്റിക് AC ഓട്ടോമാറ്റിക് വൈപ്പർ അങ്ങനെയുള്ള ഫീച്ചറൊക്കെ അത് കുറച്ചുകൂടി ഒരു ലക്ഷറി ഫീച്ചറാണ്. ഉണ്ടെങ്കിൽ നല്ലതാണ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഒരു 10 ലക്ഷത്തിന് അടുപ്പിച്ച് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ അതല്ല ഒരു 8 ലക്ഷമൊക്കെ ബഡ്ജറ്റ് ആണെങ്കിൽ ഈ ഒരു വേരിയന്റ് എന്ന് പറഞ്ഞാൽ ഓൺ റോഡ് 8,30,000 രൂപയാണ് വരുന്നുള്ളൂ. അതിന് കിട്ടുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് അറിയേണ്ടത്. സോ ഒരു ഗ്രേ കളറാണ് നമ്മൾ ഈ കാണുന്നത്. ഞാൻ പെരുമ്പാവൂരുള്ള ഗോകുലം ടാറ്റയുടെ ഷോറൂമിലാണുള്ളത്. ഇവിടെയാണ് നമുക്ക് ഈ ഒരു വേരിയന്റ് സ്പോട്ട് ചെയ്യാനായിട്ട് പറ്റിയത്. അപ്പോൾ ഇതും അതുപോലെ തന്നെ നമ്മുടെ സിയറയുടെ ഒരു പ്യുർ പ്ലസ് വേരിയന്റ് ആണ്. 2 പ്യുർ പ്ലസ് വേരിയന്റ് എടുക്കാനാണ് നമ്മൾ ഇന്ന് പെരുമ്പാവൂർ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പഞ്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ 8,30,000 രൂപക്ക് നമുക്ക് കിട്ടുമ്പോൾ ഒരു LED ഹെഡ് ലാമ്പ് യൂണിറ്റ് നമുക്ക് വരുന്നുണ്ട്. പക്ഷേ ഫോഗ് ലാമ്പ് ഇല്ല, LED DRL കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ നമുക്ക് ടോപ്പിലൊരു ഇൻഡിക്കേറ്റർ കാണാം, LED ഒരു ഹെഡ് ലാമ്പ് യൂണിറ്റും കാണാം. ഇത്രേ നമുക്ക് അവിടെ വരുന്നുള്ളൂ. അതൊക്കെ നമുക്ക് പിന്നെ ആക്സിഡന്റ് വെക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് എന്ന് പറയാം. വേറെ ഫീച്ചേഴ്സ് ആയിട്ടൊന്നും എടുത്തു പറയാനില്ല. പക്ഷേ നമ്മുടെ ആ ഒരു ഫേസ് ലിഫ്റ്റ്, അതായത് ഏറ്റവും പുതിയ പഞ്ചിൽ നമ്മുടെ ഗ്രില്ല് മാറിയിട്ടുണ്ട്, ബമ്പറിൻ്റെ ഏരിയകളെല്ലാം മാറിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇവിടെയും കാണാം. ആ ഫുൾ ഓപ്ഷനിൽ കാണുന്ന അതേ ബമ്പർ, അതായത് അഡാസിനൊക്കെ വേണ്ടിയിട്ട് നൽകുന്നത്. അഡാസ് ഇതിൽ വരുന്നില്ല, പക്ഷേ ഭാവിയിൽ കൊടുക്കാനായിരിക്കും. ബമ്പർ ഇപ്പം തന്നെ ഒരു രൂപത്തിൽ റഡാറിൻ്റെ ഏരിയക്കൊക്കെ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. കൂടാതെ 360 ക്യാമറ ഒക്കെ വരുന്ന സെയിം ബമ്പർ തന്നെയാണ് ലോവർ വേരിയന്റിൽ യൂസ് ചെയ്തിട്ടുള്ളത്. വേണമെങ്കിൽ ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 8 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീനിൽ 360 ക്യാമറ വേണമെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സ്പോട്ട് കൊടുത്ത് നല്ലൊരു കാര്യമാണ്. നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ഷോറൂമിൽ തന്നെ 360 ആഡ് ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ മുൻവശത്ത് ഇത്രയും നമ്മൾ കാര്യങ്ങൾ പറയാനുള്ളൂ. ഇതിൻ്റെ തന്നെ പ്യുർ പ്ലസ് S എന്ന് പറഞ്ഞിട്ടൊരു വേരിയന്റ് ഉണ്ട്. അതിൽ നമുക്ക് സൺറൂഫ് കൂടി വരും. ഏകദേശം നിങ്ങളൊരു ഇതിൽ നിന്നും 830 നിന്നും കുറച്ചൊരു 40,000 രൂപ കൂടുതൽ കൊടുത്താൽ നമുക്കൊരു 870 കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ തന്നെ സൺറൂഫും ഓട്ടോമാറ്റിക് നമ്മുടെ ലൈറ്റ് കാര്യങ്ങളൊക്കെ ആഡ് ആവുന്ന ഒരു വേരിയന്റ് കൂടി നമുക്ക് ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ സൺറൂഫ് വേണ്ടാത്തവർക്ക് പ്യുർ പ്ലസ് എടുക്കാം, സൺറൂഫ് വേണ്ടവർക്ക് പ്യുർ പ്ലസ് S എടുക്കാം എന്നുള്ളതാണ്. അടുത്ത അഴകുന്ന ടയർ സൈസ് നമുക്ക് 15 ഇഞ്ചാണ് വന്നിട്ടുള്ളത്. ഇതിൽ ഈ ഒരു വീൽ കവർ നമുക്ക് ഈ ഒരു വേരിയന്റാണ് സ്റ്റാർട്ട് ചെയ്യുക. 185-70 പ്രൊഫൈലുള്ള 15 ഇഞ്ചാണ് നമുക്ക് ടയർ സൈസ് വരുന്നത്. അത് താഴത്തെ വേരിയന്റിലൊക്കെ സെയിം ആണ് കേട്ടോ. ആകെ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ വീൽ കപ്പാണ്. അപ്പോൾ വീൽ കപ്പ് എനിക്ക് തോന്നും ഒരു 10,000-4,000 രൂപയുടെ കോസ്റ്റ് വരുന്ന സാധനമാണ്. അപ്പോൾ അത് താഴെയുള്ള വേരിയന്റ് എടുക്കുന്നവർ എക്സ്ട്രാ പൈസ കൊടുത്ത് വാങ്ങണം എന്നുള്ളതാണ്. ഇനി ORMലേക്ക് വന്നാൽ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് നമുക്ക് ഇതിൻ്റെ താഴെയുള്ള വേരിയന്റ് പോലെ തന്നെ ലഭിക്കുന്നുണ്ട്. അതുപോലെ ഏത് വേരിയന്റ് എടുത്താലും ബ്ലാക്ക് ORM ആണ് ലഭിക്കുക. അതിൽ തന്നെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് വന്നിട്ടുണ്ട്. ബേസ് വേരിയന്റിൽ ഇതൊന്നും ഉണ്ടായിരിക്കില്ല, ബോഡി കളർ പോലും ഉണ്ടായിരിക്കില്ല. ഈവൻ നമുക്ക് ബോഡി കളർ ഡോർ ഹാൻഡിൽ പോലും നമുക്ക് താഴത്തെ 2 വേരിയന്റിലുള്ള അതും ഈ ഒരു മൂന്നാമത്തെ വേരിയന്റ് ആയിട്ടുള്ള പ്യുർ പ്ലസിന്റെ മാത്രം പ്രത്യേകതയാണ് എന്നുള്ളതാണ്. പിന്നെ നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു ക്രോം എലമെന്റ്, അതുപോലെ ഒരു റെയിൻ ഗാർഡ്, റൂഫ് റെയിൽ, ഇതൊക്കെ ആക്സസറി ആയിട്ട് ഒരു കസ്റ്റമർക്ക് വേണ്ടി വാഹനം തയ്യാറാക്കി നിർത്തിക്കൊണ്ട് അവർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഇതൊന്നും സ്റ്റോക്ക് കണ്ടീഷനിലുള്ളതല്ല കേട്ടോ. റൂഫ് റെയിൽസ് ഒക്കെ വെച്ചാൽ ഭംഗിയുണ്ട് എന്ന് പറയാം. റൂഫ് റെയിൽസ് നമുക്ക് സൺറൂഫ് എടുത്താൽ, നിങ്ങൾ പ്യുർ പ്ലസ് S എടുത്താൽ നിങ്ങൾക്ക് ഇവിടെ സൺറൂഫിൻ്റെ ഒപ്പം റൂഫ് റെയിൽസ് കൂടി ആഡ് ആവുന്നുണ്ട്. അപ്പോൾ 40,000 രൂപയ്ക്ക് വർത്തായിട്ടുള്ള സാധനങ്ങൾ അതിൽ വരുന്നുണ്ട്. നമുക്ക് സൺറൂഫ് വേണോ വേണ്ടേ എന്നുള്ളത് മാത്രം നിങ്ങൾ തീരുമാനിച്ചാൽ മതി എന്നുള്ളതാണ്. ഷാർക്ക് ഫിനാൻഡിൽ നമുക്ക് ഈ ഒരു പ്യുർ പ്ലസിൻ്റെ പ്രത്യേകതയാണ് എന്ന് പറയാം. ഇത്രയൊക്കെയാണ് നമ്മുടെ വശങ്ങളിലെ പ്രധാന കാര്യങ്ങൾ പറയാനുള്ളത്. A-B പില്ലറുകളൊക്കെ നമുക്ക് ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ A പില്ലർ കുറച്ചുകൂടി ഒരു ഷൈനിങ് വരുന്നത്, ഗ്ലോസി ബ്ലാക്ക് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും കുറച്ചുകൂടി ഷൈനിങ് ആണ് വരുന്നത്. പക്ഷേ ഇവിടെ ഒരു മാറ്റ് ഫിനിഷാണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. പിന്നെ കാണുന്ന പോലെ തന്നെ നമ്മൾ ഡോർ ഹാൻഡിൽ നമുക്കിവിടെ കാണുന്ന പോലെയല്ല, ഹിഡൻ ആയിട്ടാണ് നൽകിയിട്ടുള്ളത്. പഴയ പഞ്ചിലും അങ്ങനെ തന്നെ ആയിരുന്നു. കാരണം ഇതൊരു പുതിയൊരു അപ്ഡേറ്റ് ചെയ്ത വെർഷൻ അങ്ങനെയൊന്നുമല്ല, അതൊരു ചെറിയൊരു
മൈൽഡ് ഫേസ് ലിഫ്റ്റ് എന്ന രൂപത്തിൽ വന്നിട്ടുള്ള ഒരു മോഡലാണ്. റിയറിലേക്ക് വന്നാൽ നമുക്ക് LED ടൈൽ ലാമ്പ് യൂണിറ്റ് ഉണ്ട്. അങ്ങനെ പറയുമ്പോൾ തെറ്റിദ്ധരിക്കേണ്ട, നമുക്ക് ടൈൽ ലാമ്പ് യൂണിറ്റ് എന്ന് പറയുന്നത് ഈ ഒരു പീസിനെ മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇവിടേക്കുള്ള ഇലുമിനേഷൻ നമുക്ക് ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. അത് നമുക്ക് വേണമെങ്കിൽ പുറത്തുനിന്നൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ ആക്സിഡേറ്റ് ഒക്കെ ഭാവിയിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണെന്ന് പറയാം. രണ്ടാമത്തെ വരുന്ന മുതൽ തന്നെ നമുക്ക് ഡീഫോഗർ വരുന്നുണ്ട്. വൈപ്പറിലെങ്കിലും ഡീഫോഗർ കൊണ്ട് തന്നെ അത്യാവശ്യം നമ്മുടെ സേഫ്റ്റി ആയതിന് വേണ്ടിയിട്ടുള്ള ഒരു പർപ്പസ് അവിടെ നടക്കുമെന്ന് പറയാം. പഴയ പഞ്ചിൽ ഇവിടെ ആയിരുന്നു, ലോഗോയുടെ താഴെ ആയിരുന്നു ക്യാമറ എങ്കിൽ ഇപ്പോൾ അത് താഴേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ റിയർ വ്യൂ ക്യാമറ ആരംഭിക്കുന്നതും നമുക്ക് ഈ ഒരു പ്യുർ പ്ലസ് എന്ന് പറയുന്ന വേരിയൻ്റാണ്. അതിന് താഴേക്ക് പോയാൽ ടച്ച് സ്ക്രീൻ ഉണ്ടായിരിക്കില്ല, ക്യാമറ ഉണ്ടായിരിക്കില്ല. അപ്പോൾ അത്രയാണ്. നമ്മുടെ പുറകിൽ പാർക്കിംഗ് സെൻസേഴ്സ് കാണാം, അതുപോലെ തന്നെ റിവേഴ്സ് ലൈറ്റ് കാര്യങ്ങൾ കാണാം. സ്കിപ്പ് ലൈറ്റിൻ്റെ ഒരു ഡിസൈനൊക്കെ നമുക്ക് അത്യാവശ്യം ഒരു വലിയ വണ്ടിയുടെ ഫീൽ തോന്നിക്കാനായിട്ടുള്ളൊരു ഡിസൈൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. 391 ലിറ്ററാണ് നമുക്ക് ബൂട്ട് സ്പേസ് വന്നിട്ടുള്ളത്. പാർസൽ ട്രേ ഉണ്ടായിരിക്കില്ല, 1500 രൂപ കൊടുത്താൽ എക്സ്ട്രാ നമുക്ക് വാങ്ങി വെക്കാവുന്നതേ ഉള്ളൂ എന്ന് പറയാം. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ മൂന്നാമത്തെ വേരിയന്റിൽ കൊടുക്കേണ്ട ഫീച്ചറാണ്, എന്തായാലും കിട്ടുന്നില്ല എന്ന് പറയാം. അവിടെ താഴേക്ക് വന്നാൽ നമ്മുടെ സ്പെയർ വീല് ഫുൾ സൈസ് കൊടുക്കുന്നത് 185-70 ഉറപ്പുള്ള 15 ഇഞ്ചിൻ്റെ ഫുൾ സൈസ് ആയിട്ടുള്ള ഒരു സ്പെയർ വീല് വരുന്നുണ്ട്. അതും ഈ വേരിയന്റിൽ മാത്രം നമുക്ക് കിട്ടുന്ന ഒരു ഫീച്ചറാണ്. ഇതിന് താഴേക്ക് പോയ 2 വേരിയന്റിലും സ്പെയർ വീല് നമുക്ക് ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് ഏകദേശം ഒരു 5000-6000 രൂപ കോസ്റ്റ് കണക്കാക്കാം, ടയറും പ്ലസ് ഒരു റിമ്മും കൂടിയിട്ട്. അപ്പോൾ താഴെയുള്ള വേരിയന്റ് എടുക്കുന്നവരും വിഷമിക്കേണ്ട, ഒരു 6000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഒരു റിമ്മും ഒരു 15 ഇഞ്ചിൻ്റെ ടയറും വാങ്ങിയിടാവുന്നതേ ഉള്ളൂ എന്ന് പറയാം. ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് പഞ്ചർ കിറ്റിൻ്റെ ഒപ്പം സ്പെയർ വീല് കൊണ്ടു നടക്കുന്നത് നല്ലതാണ് എന്നുള്ളതാണ്. 4 പവർ വിൻഡോസ് വരുന്നുണ്ട്. അത് പുറകിലേക്കുള്ള പവർ വിൻഡോ ഒക്കെ രണ്ടാമത്തെ വേരിയന്റ് മുതൽ ആരംഭിക്കുന്നുണ്ട്. 4 സ്പീക്കറും നമുക്ക് ആ രണ്ടാമത്തെ വേരിയന്റ് മുതൽ ആരംഭിക്കുന്നുണ്ട്. കളർ നോക്കുകയാണെങ്കിൽ കൂടുതലൊരു ബ്ലാക്ക് ആണ്, കൂട്ടത്തിൽ നമുക്കൊരു ഗ്രേ പോലത്തെ ഒരു കളർ നമുക്ക് കാണാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. ഇൻസൈഡ് ഡോർ ലിവറിനൊക്കെ ഒരു ഗ്ലോസി ബ്ലാക്ക് എലിമെന്റ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നമ്മുടെ ടാറ്റയുടെ വാഹനങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇനി ഭംഗിയില്ലെങ്കിലും സീറ്റുകൾ കംഫർട്ടിനൊരു കുറവുണ്ടായിരിക്കില്ല. അതായത് ചിലപ്പോൾ ഷേപ്പ് ഇതൊക്കെ കണ്ട് തടിച്ച് വെക്കുന്ന പോലെ നമുക്ക് ചിലപ്പോൾ ഭംഗി കുറവ് ചിലപ്പോൾ ഫീൽ ചെയ്യുന്ന വരും. പക്ഷേ ഇരിക്കുന്ന ഒരു കംഫർട്ട് കുഷനിങ് ഒക്കെ വേറെ ലെവലായിരിക്കും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ പഞ്ചിനും വ്യത്യസ്തമല്ല. ഇത്തിരി ക്രാംഡാണ്. നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ള വാഹനമാണ്, നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. കുറച്ച് അപ്രൈറ്റ് ആയിട്ട് ഇരിക്കണം. അതൊക്കെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. നമുക്ക് ഈ ഒരു പ്യുർ പ്ലസിൻ്റെ മാത്രം കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ 15 വാട്ടിൻ്റെ ഒരു സി ടൈപ്പ് ചാർജിംഗ് പോർട്ട് ലഭിക്കുന്നുണ്ട്. റിയർ AC വെൻ്റ് നമുക്ക് രണ്ടാമത്തെ വേരിയൻറ്റിന് ലഭിക്കുന്നുണ്ട് എന്ന് പറയാം. പിന്നെ 6 എയർ ബാഗിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ പുറകിലിരിക്കുന്നവർക്ക് ബേസ് വേരിയൻറ്റ് മുതൽ കൊടുത്തിട്ടുണ്ട്. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ്, ആംറെസ്റ്റ് അത്തരം കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ നമ്മുടെ വെയിറ്റ് ലിമിറ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സെൻസറോ കാര്യങ്ങളൊന്നും കൊടുത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ആളിരിക്കുന്നില്ലെങ്കിലും നമ്മുടെ സീറ്റ് ബക്കിൾ ചെയ്തിടണം, ഇല്ലെങ്കിൽ കീ സൗണ്ട് അടിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് റിയറിലെ കാര്യങ്ങൾ വന്നിട്ടുള്ളത്. ഇനി ഡ്രൈവർ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിമോട്ട് സെൻട്രൽ ലോക്കിംഗ് വരുന്നുണ്ട്. നമുക്ക് ഒരു റിമോട്ടോട് കൂടിയിട്ടുള്ളൊരു ഈ ഒരു കീ വരും. ഒപ്പം സ്പെയർ കീ നമുക്ക് ഈ രൂപത്തിലായിരിക്കും. അങ്ങനെ 2 കീ വരുന്നുണ്ട്. 4 പവർ വിൻഡോയുടെ കൺട്രോൾ നമുക്ക് ഇവിടെ കാണാം. ORMൻ്റെ അഡ്ജസ്റ്റ് എല്ലാം നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഡ്രൈവർ സൈഡ് നമുക്ക് മാനുവലി സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതും ഈ ഒരു പ്യുർ പ്ലസിൽ ആരംഭിക്കുന്ന ഫീച്ചറാണ്. ഇതിന് താഴേക്ക് പോയാൽ നമുക്ക് ആ ഒരു ഫീച്ചർ ലഭിക്കില്ല. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ലോക്ക് അൺലോക്ക്, ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ്, ഡ്രൈവ് മോഡ്, അതായത് ഇക്കോ, പവർ എന്നിങ്ങനെ 2 മോഡുകൾ വരുന്നുണ്ട്. ഡീഫോഗറിൻ്റെ കൺട്രോളൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഈ സ്റ്റിയറിലേക്ക് വന്നാൽ നമുക്കൊരു സ്മാർട്ട് സ്റ്റിയറിംഗ് വീൽ, അതായത് നമ്മുടെ ടാറ്റയിലും നമ്മൾ സ്ഥിരം ഇപ്പോൾ എല്ലാ വാഹനത്തിലും കാണുന്നതാണ് സ്മാർട്ട് സ്റ്റിയറിംഗ് വീല്. അത് നമുക്ക് ടിൽറ്റ് ഫംഗ്ഷനോട് കൂടി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിലിവിടെ ഓഡിയോയുടെ കൺട്രോൾസ് കാണാം. അത് രണ്ടാമത്തെ വേരിയൻ്റ് മുതൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ക്രൂയിസ് കൺട്രോൾ കാണാം. അത് നമ്മുടെ ഈ ഒരു പ്യുർ പ്ലസിൻ്റെ മാത്രം പ്രത്യേകതയാണ് എന്നുള്ളതാണ്. പിന്നെ ചെറിയൊരു കുഞ്ഞ് MID ആണ് നമുക്ക് ഇവിടെ നൽകിയിട്ടുള്ളത്. അതിൽ അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് അറിയാം. ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. ഔട്ട്സൈഡ് ടെമ്പറേച്ചർ വരുന്നുണ്ട്, ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി, ട്രിപ്പ് മീറ്റർ, ക്ലോക്ക്, അങ്ങനെ നമ്മുടെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, അങ്ങനെ ബേസിക് ആയിട്ട് വേണ്ട കാര്യങ്ങളുണ്ട്. നമുക്ക് കൂളൻ ടെമ്പറേച്ചർ ഒക്കെ ഇവിടെ കാണാം. ഇവിടെ ഫ്യൂൽ ലെവലാണ് വന്നിട്ടുള്ളത്. RPM മീറ്റർ ഇവിടെയാണ്, ഡിജിറ്റലായിട്ടാണ് നമുക്ക് ഫുൾ ലഭിക്കുന്നത് എന്നുള്ളതാണ്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമുക്ക് ടച്ച് സ്ക്രീൻ. അതായത് ഞാൻ പറഞ്ഞില്ലേ, രണ്ടാമത്തെ വേരിയൻറ്റിൽ നിന്നും വെറും 60,000 രൂപ കൊടുത്താൽ നിങ്ങൾക്ക് ഈ മൂന്നാമത്തെ വേരിയൻറ്റിലേക്ക് എത്താം. അതിന് ഈ ഒരു സ്ക്രീൻ തന്നെ വർത്താണ് എന്നുള്ളതാണ്. ഇത് നമുക്കൊരു 8 ഇഞ്ചിൻ്റെ സ്ക്രീനാണ് വന്നിട്ടുള്ളത്. ഒപ്പം ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈവൻ ക്യാമറയുടെ ക്വാളിറ്റി ആണെന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ക്യാമറ ക്വാളിറ്റി. ഒന്ന് നോക്കിയേ, കിഡിലിനായിട്ടില്ലേ, ഒരു എൻട്രി ലെവൽ 8 ലക്ഷത്തിന് കിട്ടുന്ന ഒരു വാഹനത്തിൽ ഇത്രയും ക്വാളിറ്റിയുള്ള ഒരു ക്യാമറ നിങ്ങൾ വേറെ കണ്ടിട്ടുണ്ടോ? അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പഞ്ചിനൊരു ലൈക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പുറത്തുനിന്ന് പറഞ്ഞ പോലെ തന്നെ 360 ആണെങ്കിൽ ഇതിൽ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ ഇതിന് മുകളിലുള്ള അഡ്വഞ്ചർ എന്ന് പറയുന്ന വേരിയൻറ്റിലും ഇതേ ടച്ച് സ്ക്രീനാണ് നമുക്ക് ലഭിക്കുക. അതിൽ 360 ക്യാമറ കമ്പനി കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് താഴേക്ക് വന്നാൽ ഈ ഒരു ലേഔട്ടൊക്കെ പഴയ പഞ്ച് പോലെ തന്നെയാണ്. ചേഞ്ചസ് കാര്യങ്ങളൊന്നുമില്ല. AC വെന്റിലെ ഭാഗങ്ങളും അതുപോലെ ഇവിടെയൊക്കെ സെയിം ലേഔട്ടാണ്. കളർ കോമ്പിനേഷനൊക്കെ മാറിയ ട്രൈ ആരോ ഡിസൈൻ കാര്യങ്ങളൊക്കെ അതിനകത്ത് കുഞ്ഞു ഡീറ്റെയിലിംഗ് ആയിട്ട് ഇത് കൊടുത്തിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ആ രൂപത്തിലാണുള്ളത്. താഴേക്ക് വന്നാൽ മാനുവൽ ACയുടെ കൺട്രോൾസ് ആണ്. അതിൻ്റെ ക്രോം റിംഗ് എന്തെങ്കിലും കൊടുത്ത് കുറച്ചുകൂടി ഭംഗിയാക്കായിരുന്നു തോന്നി. ഇതൊരു ബേസിക് സാധനമായി പോയി. അവിടെ താഴേക്ക് വന്നാൽ 12 വാട്ടിൻ്റെ ചാർജ് സോക്കറ്റും ഒരു 65 വാട്ടിൻ്റെ C ടൈപ്പ് ഫാസ്റ്റ് ചാർജിങ് യൂണിറ്റും ഒരു C ടൈപ്പ് നമുക്ക് ഇൻഫർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് നൽകിയിട്ടുണ്ട്. താഴേക്ക് വന്നാൽ ചെറിയൊരു സ്റ്റോറേജ് ഏരിയ. ഇതാണ് നമ്മുടെ മാനുവൽ ഗിയർ ലിവർ വന്നിട്ടുള്ളത്. ഇത് കൂടാതെ ഒരു AMT ട്രാൻസ്ഫറിലൂടെ നമുക്ക് ഈ ഒരു എഞ്ചിനും കൂടി ഈ ഒരു വാഹനം, ഈ ഒരു വേരിയൻറ്റ് ലഭിക്കുന്നുണ്ട് എന്ന് പറയാം. അവിടെ താഴേക്ക് വന്നാൽ
ചെറിയൊരു സ്റ്റോറേജ് ഏരിയ, അത് ഓപ്പൺ ആണ്, ക്ലോസ്ഡ് ഒന്നുമല്ല. അതിന് താഴെയായിട്ട് നമുക്ക് ഒരു സോഫ്റ്റ് ടച്ചോട് കൂടിയിട്ടുള്ള നമുക്കൊരു ഈ ഒരു സോഫ്റ്റ് ടച്ചിൻ്റെ ഒരു ഫാബ്രിക് ഫിനിഷോട് കൂടിയിട്ടുള്ള ഒരു ആംറസ്റ്റ്, അതിന് താഴെയും കുഞ്ഞ് സ്റ്റോറേജ് സ്പേസ്, മാനുവൽ ഹാൻഡ് ബ്രേക്ക് കാണാം, മാനുവലി ഡിം ചെയ്യാൻ കഴിയുന്ന IRM കൊടുത്തിട്ടുണ്ട്, അതിനൊരു ലേക്ക് കൊടുക്കുകയാണ്. കാരണം സേഫ്റ്റിയുടെ കാര്യങ്ങളൊക്കെ ആ കോളൊക്കെ ടാറ്റ ടിക്ക് ചെയ്തിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഒരു വാനിറ്റി മിറർ നമ്മുടെ പാസഞ്ചർ സൈഡ് ഇരിക്കുന്നവർക്ക് കൊടുത്തിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫീച്ചേഴ്സ് ലിസ്റ്റായിട്ട് നമുക്ക് എടുത്തു പറയാനുള്ളത്. അത്യാവശ്യം വേണ്ട കാര്യങ്ങളുണ്ട് എന്നുള്ളത് തന്നെയാണ് കേട്ടോ, അല്ലേ? ബേസിക് ആയിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ, പ്രത്യേകിച്ച് സേഫ്റ്റിയുടെ കാര്യം, 6 എയർ ബാഗ്, ABS, EBD, പിന്നെ D4, IRM, അഡ്ജസ്റ്റ്, അങ്ങനെയുള്ള ബേസിക് ആയിട്ട് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ടാറ്റ പഞ്ചിൽ വരുന്ന എഞ്ചിൻ. ഓൾറെഡി പഴയ എഞ്ചിൻ ഇത് തന്നെ ആയിരുന്നു കേട്ടോ. അതായത് നിങ്ങൾ കാണുന്ന പോലെ 3 പൈപ്പ് കണ്ടില്ലേ, അതായത് 3 സിലിണ്ടർ എഞ്ചിനാണ്, 1.2 ലിറ്റർ 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ്. ഓട്ടോമാറ്റിക്കായിട്ടും മാനുവലായിട്ട് നമുക്കൊരു 87.8 PS 115 Nm ടോർക്കാണ് ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ എന്ന് പറഞ്ഞാൽ. ഈ ഒരു എഞ്ചിൻ ടാറ്റ പഞ്ചിൽ മുന്നേ വന്നിരുന്നതാണ്. ഇത് കൂടാതെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും ടാറ്റ പഞ്ചിന് പുതിയൊരു ടർബോ പെട്രോൾ എഞ്ചിൻ കൂടി വരുന്നുണ്ട് എന്നുള്ളത്. അത് രണ്ട് വേരിയന്റിൽ മാനുവലായിട്ട് മാത്രമേ കൊടുത്തിട്ടുള്ളത്. ഒന്ന് അഡ്വഞ്ചർ എന്നുള്ള വേരിയന്റും പിന്നെ ഏറ്റവും ടോപ്പ് എൻഡ് ആയിട്ടുള്ള അക്കംപ്ലിഷ്ഡ് പ്ലസ് എന്നുള്ള വേരിയന്റിലും ഓട്ടോമാറ്റിക് ഇല്ല, മാനുവലായിട്ട് മാത്രമേ ഉള്ളൂ. അത് വേണമെന്നുള്ളവർക്ക് നിങ്ങൾക്ക് ഇതിനേക്കായും ഒരു 70,000 80,000 രൂപ അധികം കൊടുത്താൽ ആ ഒരു ടർബോ എഞ്ചിൻ അഡ്വഞ്ചർ വേരിയന്റിൽ നമുക്ക് കിട്ടുന്നുണ്ട്, ഫീച്ചേഴ്സും കൂടുതൽ ലഭിക്കും. അപ്പോൾ അത് വേണോ എന്ന് ചോദിച്ചാൽ, നിങ്ങളൊരു ആദ്യത്തെ കാറാണ് നിങ്ങൾ എടുക്കുന്നത്, നിങ്ങൾ ഒരുപാട് ഓടിച്ച് എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളാണ് എന്നുണ്ടെങ്കിൽ, ഒരു ഫാമിലി ഓട്ടങ്ങളാണ് കൂടുതലെങ്കിൽ ഈ ഒരു 1.2 നോർമൽ പെട്രോൾ എഞ്ചിൻ തന്നെ ധാരാളമാണ് നിങ്ങളുടെ ആവശ്യത്തിന് എന്നുള്ളതാണ്. അതല്ല നിങ്ങളൊരു പ്രോ ലെവൽ റൈഡർ ആണ്, അല്ലെങ്കിൽ ഒരുപാട് വാഹനങ്ങൾ ഓടിച്ച് എക്സ്പീരിയൻസ് ഉണ്ട്, ഇതിനേക്കാളും പവർഫുൾ ആയിട്ടുള്ള വാഹനങ്ങളൊക്കെ നിങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നോർമൽ പെട്രോൾ അണ്ടർ പവർഡ് ആയിട്ട് തോന്നും. അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ ആ ഒരു ടർബോ എഞ്ചിൻ പരിഗണിക്കാം എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാത്തിനും പ്രൈസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടില്ല, കാരണം കഴിഞ്ഞ നമ്മുടെ ടാറ്റ സിയറയുടെ വീഡിയോക്കും അതുപോലെ സെൽട്ടോസിൻ്റെ വീഡിയോക്കും ഒക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തപ്പോൾ അത് യൂട്യൂബ് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. കമൻറ്റ് വരുമ്പോഴാണ് ഞാൻ അറിയുന്നത് അവിടെ പ്രൈസ് ഇല്ല. ഞാൻ കഷ്ടപ്പെട്ടിരുന്ന് ടൈപ്പ് ചെയ്ത പ്രൈസൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ കീവേഡ് സ്റ്റഫ് ചെയ്യുന്നതായിട്ട് യൂട്യൂബ് മനസ്സിലാക്കുക എന്ന് തോന്നുന്നു. അവർ നമ്മളെ തെറ്റിദ്ധരിച്ചുകൊണ്ട് ആ ഒരു പ്രൈസ് അവർ ഓട്ടോമാറ്റിക്കായി ഡിലീറ്റ് ചെയ്യുന്നതാണ് ഞാൻ ചെയ്യുന്നത്. അല്ല, അപ്പോൾ എന്തായാലും ടാറ്റ പഞ്ചിൻ്റെ എല്ലാ വേരിയൻറ്റിനും ഓൺ റോഡ് പ്രൈസ് ഞാൻ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അത് നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാ വേരിയൻറ്റിനും പ്രൈസ് ലിസ്റ്റ് അറിയാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ടാറ്റ പഞ്ചിൻ്റെ പ്യുർ പ്ലസ് എന്നുള്ള വേരിയൻറ്റ് ഇത്ര ഫീച്ചേഴ്സോട് കൂടി ഞാൻ പറഞ്ഞ ഒരു ഫാമിലിക്ക് പരിഗണിക്കാൻ പറ്റുമോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്ത് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. വീഡിയോ കണ്ടതിന് ഒരുപാട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.